ഹലോ, നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു മീൻകറി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫുള്ളായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ളായിട്ട് ഇടാമെന്ന്. ഒരു മണ്ടത്തരം പറ്റി, റീൽ ടൈപ്പാണ് എടുത്തത്. അപ്പോൾ അത് ഫുൾ വീഡിയോ ഇടുമ്പോൾ നമ്മളിങ്ങനെ എടുക്കണമല്ലോ. അപ്പോൾ അതൊരു മണ്ടത്തരം പറ്റി, അത് പതിവാണല്ലോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഈ മീൻകറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ ചേച്ചിയുണ്ട്. ആ ചേച്ചി എനിക്കൊരു ദിവസം മീൻകറി കൊണ്ടുവന്നിട്ട് എന്നോട് ഇത് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ മേടിക്കും, കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എവിടുന്നാണ് ചേച്ചി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് അവരുടെ വീട്ടിൽ എന്തോ ഒരു പരിപാടിയുണ്ട്, അപ്പം അന്ന് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചറിഞ്ഞു കേട്ടോ. ഇപ്പോൾ നല്ല കുറേ ദിവസമായി. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സ്വന്തം എനിക്ക് തേങ്ങ അരച്ച കറികൾ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉണ്ടാക്കി നോക്കാക്കണ്ടില്ല. ഇത് തല തിരിഞ്ഞ് പോയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ റീൽ ടൈപ്പാണ് ഞാൻ എടുത്തത്, അതുകൊണ്ടാണ് ഈ തല തിരിഞ്ഞ് കാണുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്താ ഒഴിച്ച് അതിലേക്ക് ലേശം ഉലുവ കുറച്ചിട്ടാൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത് ഇടുക. പിന്നെ മുളക് ഇങ്ങനെ നീളത്തിൽ തന്നെ ഇടുക. എൻ്റെ പച്ചമുളക് ഇല്ല, അതുകൊണ്ട് ഞാൻ പഴുത്ത മുളക് എടുത്തു. പിന്നെ സവാള കുറച്ചുണ്ടെങ്കിൽ അത് പറയാൻ മറന്നുപോയി. അപ്പോൾ സവാളയാണ് ആദ്യമായിട്ട് കുറച്ചിട്ടിട്ട് വഴറ്റേണ്ടത്. അപ്പോൾ ചിലവർക്ക് അതിൻ്റെ ഇത് പറ്റില്ല. അപ്പോൾ ചെറുള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ചേച്ചി പറഞ്ഞ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് വഴറ്റുക. പിന്നെ ചെറുള്ളി ഉണ്ട്, അപ്പോൾ അതും ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റുക. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തക്കാളി ഇടാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകണത് വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഒറ്റക്കായി ഫോണും പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ഇതിട്ടിട്ട് ഇളക്കണത്. അതുകൊണ്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാവണം കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വഴറ്റണം. വെളിച്ചെണ്ണ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചധികം എണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. എനിക്ക് എണ്ണ അങ്ങനെ തെളിയാനൊക്കെ നിൽക്കണതൊക്കെ ഭയങ്കര ഇഷ്ടം. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടി, എൻ്റെ സൗണ്ട് ഇങ്ങനെ ഫുൾ വോയിസ് കൊടുക്കുമ്പോൾ ചെറിയൊരു പിടുത്തം വരും. ഞാൻ എല്ലാ വോയിസിലും പറയണതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് ഞാൻ എടുക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് അധികം എരിവ് പറ്റില്ല, അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി അതൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം മാത്രം ഇടേണ്ടതാണ് കേട്ടോ. എനിക്ക് പിന്നെ ഒരു കണക്കും കയ്യൊന്നുമില്ലാത്ത കാരണം ഞാനങ്ങോട്ട് വെതറിട്ടോ. അത് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. എനിക്ക് ഒരു കയ്യിൽ ഫോണും പിടിച്ചിട്ട് ഇതിങ്ങോട്ട് ഇളക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര ഒരു മെനക്കെട്ട ഒരു പരിപാടിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ സൈഡിലത്തൊക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ കുറേ കാലം അടുക്കള കയറിയിട്ട് അതിൻ്റെ ഒരു പോരായ്മൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാക്കാൻ വേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കണം, അങ്ങനെ ഒരു വാശി എനിക്കുണ്ട്. അപ്പോൾ എത്ര വയ്യെങ്കിൽ കൂടെ എത്തിപ്പിടിച്ച് ഞാനവിടെ എത്തും. ഇത് കഴിഞ്ഞാൽ പിന്നെ അയ്യോ എന്ന് പറഞ്ഞൊരു കിടത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കൂടി നല്ല രീതിയിൽ ഇളക്കി ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പലൊരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതും അങ്ങനെ രണ്ടും കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. ഇത് ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ, ചൂട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. പുളി ഞാൻ കുറച്ച് അധികം എടുക്കും. എനിക്ക് എന്തൊരു കറിയിലും മെയിനായിട്ട് മീൻ കറിയിൽ പുളി കുറച്ചധികം വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുളി കുറച്ചധികം എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് മറ്റേ പുളിയാണ് ഇഷ്ടം, കൂൽപ്പുളിയാണ് ഇഷ്ടം. പക്ഷേ ഈ ചില മീനുകളിലൊക്കെ ഈ കുടംപുളി ഇട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയണത് കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുടംപുളി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ചേച്ചി പറഞ്ഞ റെസിപ്പിയിലും കുടംപുളിയാണ്, അപ്പോൾ നമ്മൾ കുടംപുളി തന്നെ എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ കുടംപുളി ഇട്ടു. അങ്ങനെ നല്ലോണം അത് വഴറ്റുന്നതായി വരുമ്പോൾ ഞാൻ തേങ്ങാപ്പാലിൻ്റെ മൂന്നാം പാലില്ലേ അതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണത്. അപ്പോൾ ആ മൂന്നാം പാൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ അരിക്കുക കേട്ടോ. അരിച്ചിട്ട് വേണം അതാക്കി കൊടുക്കുക. ഞാൻ അരിച്ചിട്ടുണ്ടായിരുന്നു ചെറിയതായിട്ടൊരു അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഇത് കുറുകി വരുമ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുക കേട്ടോ. അതിലേക്ക് അങ്ങനെ 3 വട്ടം പാലെടുത്ത് വെക്കണം. അങ്ങനെ രണ്ടാം പാലും കൂടി അതിൽക്കൂടെ ഒഴിക്കുക. ഇത് പ്രാണിയൊന്നുമല്ല കേട്ടോ, ഞാൻ അതും പൊക്കി പിടിച്ചുകൊണ്ട് വരണ്ട. അത് ഞാനതിൽ കണ്ടത് ഒരു തേങ്ങയുടെ ഇതാണ്. ഞാൻ തേങ്ങ ചിരകല്ല ചെയ്തത്, മിക്സിയിലിട്ട് അടിക്കുക. ചിരകാനൊന്നും എനിക്ക് വയ്ക്കില്ല, ഇരുന്നിട്ടാക്കാനൊന്നും എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പീസ് എടുത്തിട്ട് അടിച്ചിട്ട് പാലാക്കുക ചെയ്തത് കേട്ടോ. അതാണ് നിങ്ങൾക്ക് അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിരകണ്ടവരൊക്കെ അങ്ങനെ ചെയ്യുക. അതാണോ നിങ്ങൾക്ക് എളുപ്പം, അതുപോലൊക്കെ ചെയ്യാം കേട്ടോ.
അങ്ങനെ നല്ല രീതിയിൽ ഇളക്കുക. ഉപ്പിടാൻ മറക്കരുത്. ഞാൻ ഉപ്പിടാൻ മറന്നു. സബോള വഴറ്റുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിടണമായിരുന്നു. ഞാൻ ഉപ്പിടാൻ മറന്നത് കൊണ്ട് രണ്ടാമത് ഉപ്പിട്ടു. അങ്ങനെ നല്ലോണം വരണം. അങ്ങനെ തിളച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീൻകറി. ഇത് കാണുമ്പോൾ വലിയൊരു ഇതൊന്നുമില്ലെങ്കിലും സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഈ ഒരു കറിയും ചോറ് ഒരാൾക്ക് കൂടെ തയ്ക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എനിക്ക് വേറെ മീൻ കറി അവിടെ ഇരിക്കണുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ കൂടി മീൻ കറി ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇതുപോലെ ഇളക്കിടത്തെ കൈ കൊണ്ടാണ് ഇളക്കണത്. ഒരു കയ്യിൽ ഫോണും ഞാൻ പറഞ്ഞില്ല, ഒരു കയ്യിൽ ഇതെല്ലാം കൂടെ എനിക്ക് പറ്റണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരു തലേ വാലില്ലാത്ത പോലെ ആയത്. അങ്ങനെ ഇത് നല്ല രീതിയിൽ ഇളക്കി നല്ല തിള വരണം. തിള വന്ന് കഴിഞ്ഞാൽ നമ്മൾ മീനുകൾ ഇടണം. മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോരോ മീനുകളായിട്ട്. അത് കഴിഞ്ഞാൽ മീൻ ഇടുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ജീരകപ്പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടി കുറച്ച് ഉലുവാപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട്, മിക്സ് ചെയ്യണ്ട, വേറെ ഇട്ടാലും മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇടുക. ഞാനെന്താ ചെയ്തത് വെച്ചാൽ ആദ്യം ഉലുവ ഇട്ടു, പിന്നെ ഒരു ലേശം ഉലുവ കൂടിപ്പോയി. അതാണ് എനിക്കൊരു മണ്ടത്തരം പറ്റി. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് വ്യത്യാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ചിലവർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നോക്കി കണ്ടൊക്കെ ചെയ്യാം. ഞാൻ ഇടുന്ന പോലെ വാരി ഇടുന്നു, ഇതൊക്കെ ഓരോ അളവ് ചോദിച്ചനുസരിച്ച് ചെയ്യാം. അങ്ങനെ ഓരോരോ മീനുകളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചു. ഇത് ചൂരമീനാണ് കേട്ടോ. ഞാൻ അത്ര നേരം വർത്താനം പറഞ്ഞിട്ട് മീൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് ചൂരമീൻ. എനിക്ക് കാരമീനും ഞാൻ നോക്കി, പക്ഷേ കാരമീൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചൂരമീൻ മേടിച്ചു കേട്ടോ. ഏതായാലും ഇപ്പോൾ ഏകദേശം ഒരേപോലെ, പക്ഷേ കാരമീൻ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലാണ്, അത് വേറെ കാര്യം. അപ്പോൾ ചേരമീൻ ചൂരമീൻ മേടിച്ചു. അങ്ങനെ അതിൽ ഓരോരോന്നൊക്കെ ഇട്ടു. അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കയ്യിലിട്ട് ഇളക്കരുത്. നമ്മൾ ഈ ചട്ടി വെണ്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് കിട്ടുക. അടി പിടിക്കും ചെയ്യരുതല്ലോ. ഇത് വെച്ചിട്ട് അങ്ങനെ അവിടെ ഇവിടെയും പോയി നിൽക്കരുത്. അപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ മീൻകറി ഉണ്ടാവില്ല. പിന്നെ ഈ കയ്യിൽ കൊണ്ടിട്ട് ഇളക്കും ചെയ്യരുത്. എനിക്ക് ചട്ടി കൊണ്ട് പിടിച്ചിട്ട് ഇളക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ കയ്യിൽ കൊണ്ടിട്ട് ഇളക്കണത്. ഒക്കെ കൂടെ താഴെ പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കറി കൂട്ടാൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചട്ടി കൊണ്ട് പിടിച്ചിങ്ങനെ ആക്കാൻ പറ്റുന്നവരാക്കുക, അല്ലെങ്കിൽ വേണ്ട. ഈ ചട്ടിയാണെങ്കിൽ നല്ല കനവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനൊക്കെ ഒന്ന് വെന്ത് കണ്ടു എന്ന് കഴിഞ്ഞാൽ ഒന്നാം പാൽ ഒഴിക്കുക. ഇത് തരി ഓർമ്മയില്ല എനിക്ക്, ഞാനിത് കണ്ടിട്ടാണ് ഞാനത് ഇരുന്ന് പറയണത് കേട്ടോ. കാരണം എനിക്ക് ഓർമ്മക്കുറവുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ നോക്കിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി കണ്ടുപിടിക്കുന്നത് തന്നെ. പറഞ്ഞത് വെച്ചാൽ ആ ഒരു ഓർമ്മയിൽ ഉണ്ടാക്കണതും പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ മറക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾ കണ്ടിട്ട് അതുപോലെ ചെയ്യുക. താല്പര്യമുള്ളവർ ഇട്ടോ, അല്ലാത്തവരൊന്നും ഞാൻ നിർബന്ധിക്കണില്ല. ഇഷ്ടമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യണ്ട. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ മീൻ ഇങ്ങനെ തിളച്ചടിപൊളി കുറുകി വരും. എനിക്ക് കുറച്ച് ചാറ് വേണം, ഞാൻ എപ്പോഴും പറയണത് എനിക്ക് കുറച്ച് ചാറ് വേണം. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഉള്ളി താളിക്കണം. അപ്പോൾ ഞാൻ ചെറുള്ളി അരിയാളം മടിക്ക് സബോളയും കറിവേപ്പില, അതിൽ കറിവേപ്പില ഇടാൻ ഉണങ്ങിയ കറിവേപ്പിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിൽ വരിടാഞ്ഞത്. പിന്നെ വയറ്റെണ്ണയിൽ ഇടാലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇടും. ഞാനൊന്നും കൂടി അത് വറ്റിച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഇത് ഇട്ടതിന് ശേഷം ഞാനൊക്കെ രണ്ട് തിളച്ചു. പിന്നെ ചട്ടിയിലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ചട്ടി നമ്മൾ ഇറക്കി വെച്ചാലും പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൊണ്ടും അത് കുറച്ച് കഴിഞ്ഞ് കുറുകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാൻ മറന്നു, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കുറച്ച് ചാറോട് കൂടിയിട്ട് വേണമെന്നുള്ളവർക്ക് അപ്പം തന്നെ ഇറക്കാം. കാരണം ചട്ടി കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് കുറുകി വരും. അല്ല എന്നുള്ളവർക്ക് നല്ലോണം വറ്റിച്ചെടുക്കാം. എങ്ങനെയാണെങ്കിലും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണതാണ്. ഞാൻ ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം കൂടി ഇതൊക്കെ വറ്റിച്ചെടുത്തു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കറികൾ ബാക്കി വരും, ഞാൻ മാത്രമുള്ള വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് കറികൾ നല്ല ബാക്കി വരും. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ മീൻ പൊരിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സ്വതവേ ഞാൻ പറഞ്ഞില്ല എനിക്ക് തേങ്ങ അരച്ച കറികൾ ഇഷ്ടമല്ല, എന്നാലും ഇത് അടിപൊളി ടേസ്റ്റാണ്. നാളത്തേക്ക് ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് നാളത്തെ ഫുഡുകൾ എനിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കഴിയൊന്നുമില്ല, ഇതോടെ ഇരിക്കും. അതങ്ങനെ. അപ്പോൾ ഇത്രയുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ബൈ.